ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് പേഴക്കല്ല് അയ്യാവാള വീഡിയോയുടെ പാർട്ട് 2 ആണ്. പേഴക്കല്ല് നമ്മൾ ആദ്യം കണ്ടു. ഇനി നമ്മൾ അയ്യാവാളയ്ക്കുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. നമ്മുടെ അയ്യാവാള യാത്രയിൽ നമുക്ക് കാണാനുള്ളത് ഒത്തിരി നല്ല കാഴ്ചകളുണ്ട്. പച്ചപ്പുകൾക്കാണ് ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. പച്ചപ്പുകളുടെ സൗന്ദര്യം നമുക്ക് എത്ര കണ്ടാലും പറഞ്ഞാൽ തീരില്ല. അത്രയത്ര നല്ല കാഴ്ചകളാണ്. അതുപോലെ ഇങ്ങനത്തെ തൂക്കായ പാറകൾ കയറിയുള്ള യാത്രയും അതൊക്കെ നമ്മുടെ ജീവിതകാലത്തെല്ലാം ഒരു ഓർമ്മയായി നിലനിൽക്കും. ഓരോ മലമ്പ്രദേശങ്ങൾ നമ്മൾ കയറി ചെല്ലുമ്പോഴും നമുക്ക് കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിങ്ങനെ എല്ലായിടത്തും ഇരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുകയില്ലല്ലോ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഭൂമിയിൽ കാണാനുള്ളത്? നമ്മൾ ഓരോ കുന്നും കയറി വരാൻ നേരത്ത് അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കി ഏതാ അത് കാണുന്നുണ്ടോ? ആ മഞ്ഞ് കയറി ചെറിയ ബിൽഡിങ്ങുകൾ, അത് മൂലമറ്റം അറക്കുളം കോളേജൊക്കെ ആയിട്ടോ ആ കാണുന്നത്. ഈ എത്ര സുന്ദരമായ, നോക്കി ഇത്ര നല്ല കാഴ്ചയാണ്. അതുപോലെ എനിക്ക് ആ മലകൾ നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ, വാഗമൺ മലനിരകളാന്ന് പറഞ്ഞില്ലേ, ആ മലകളാട്ടോ ആ കാണുന്നത്. ഓരോ തണ്ടായിട്ട് അങ്ങ് പോകുന്ന ഇങ്ങനെയൊക്കെ കാണാതിരുന്ന നമ്മൾ മലകൾ, ഓരോ മലയും മറ്റൊരു സ്ഥലവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അതുപോലെ ആ മലകൾ ഇത് ഇങ്ങനെ കറങ്ങി നോക്കിയാൽ നമുക്ക് ആ കാണുന്ന കേട്ടോ ഇല്ലിക്കക്കല്ലിൻ്റെ ഇത്രയും നല്ലൊരു കാഴ്ച കാണണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിത് ഇവിടെ വരണം. എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലിക്കല്ലിൽ അവിടെ ചെന്നാൽ നമുക്ക് ആ ഒരു സൈഡ് തന്നെയല്ലേ കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ 2 സൈഡിലും ചെന്നാൽ. പക്ഷേ ഇത്രയും നല്ലൊരു കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മലയുടെ മുകളിലൊക്കെ കയറിയാലാട്ടോ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ അതാണ് പേഴക്കല്ല്. അത്തേന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് അത് ഇറങ്ങി നമ്മൾ അടുത്ത മലയിലേക്ക് കയറി. ഓ ഇവിടുന്ന് നോക്കി ഭയങ്കര ഗവി അത്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാവുന്നു. ഉണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ഈ മലയിലേക്ക് കയറിയത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന മലയിറങ്ങി വേണ്ട താഴെ ചെറിയ വഴികൾ കണ്ടോ? ഇതാ ജീപ്പ് റോഡ്. ആ വഴി ചെന്നിട്ട് വീണ്ടും നമ്മളിതാ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറണം. എന്തോ ആ കാണുന്ന മലയുടെ മുകളിൽ കൂടെ ആ തണ്ടി കൂടെ വേണം നമ്മൾ അയ്യാവാളയ്ക്ക് പോകാൻ. അതായത് ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ കാഞ്ഞാറിന്ന് പുള്ളിക്കാനം റൂട്ടിൽ പുത്തേട് വ്യൂ പോയിൻറ്റും കഴിഞ്ഞ് ഒരു ചായക്കടയുണ്ട് കണ്ടോ? അത് ഈ റോഡും ആ റോഡ് സൈഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ നിന്നാണ് ഈ വഴി കയറി പോരുന്നത്. അത് അയ്യാവാള ടോപ്പ് വരെയൊന്നും ഈ വഴി പോകുകയില്ല, അങ്ങോട്ട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള റോഡാണത്. കൂട്ടുകാരെ, ഞങ്ങളിങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് ഒരു സൈസ് കൂൺ കിട്ടിയിട്ടോ. ഇത് കണ്ടോ? ഇത് തടിക്കൂടെന്ന് പറയും. ഇത് കൂടുതൽ ഇത് തടിയിലേക്ക് ഉണ്ടാകുന്നത്. എന്നാ കട്ടിയാണെന്നറിയാമോ ഇത്? ഇതിൻ്റെ നല്ല തടിയുടെ കഷ്ണം പോലെ ഇതിന് നല്ല കട്ടിയായത്. നല്ല രസമല്ലേ നോക്കിയ പൂ പോലെ ഇരിക്കും. ഓരോ സ്ഥലത്തും വിശ്രമിച്ച് കയറി പോവുകയാണെങ്കിൽ നമുക്ക് മടുക്കൂല. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പതിയെ ഇരുന്ന് കയറി പോവാം. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് പോയാൽ അവിടം വരെ എത്തണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്.
നമ്മൾ കയറി വന്ന വഴി കേട്ടോ, വന്ന മലത്തട്ട കേട്ടോ ഈ കാണുന്ന ആ ചെരിഞ്ഞ് കാണുന്നത്. നമ്മൾ എത്ര താഴേന്നാ കയറി വന്നത്, അതിങ്ങനെ താഴ്ന്ന ആ ചെരിഞ്ഞ് മലയിൽ കയറി ഈ മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് കയറി ഈ മലയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങുക കേട്ടോ. ആ മലയിലേക്ക് ഞങ്ങളുടെ ഈ പച്ചപ്പുകൾക്കിടയിലൂടെയുള്ള യാത്രയിൽ വേറെ ഒരാളോ അനക്കോ വീടോ ഒന്നുമില്ല. വിജനമായ ഒരു സ്ഥലമാണിത്. നല്ല ശക്തമായ ഒരു മഴ വരുന്നത് അങ്ങ് മലയിലേക്ക് നോക്കി നമുക്ക് കാണാം. പണി വരുന്നുണ്ട് അവറാച്ച. കൂട്ടുകാരെ, അടിപ്പ മഴ കിട്ടിട്ടോ ഞങ്ങൾക്ക് ഇവിടെ വെച്ച്. അയ്യ, നല്ല കാറ്റും പെരും മഴയും. നോക്കിയേ, ഇവിടേക്ക് ഒഴുകുന്ന വെള്ളങ്ങളുണ്ട് കേട്ടോ ഈ പാറപ്പുറത്തേക്കട. ഇത് അയ്യ, നാളെ കോടയൊക്കെ കയറി. അയ്യോ, കൂട്ടുകാരെ, ഓരോ മഴ പെയ്യാൻ നേരത്തും പെട്ടെന്ന് ഉണ്ടാകുന്ന വെള്ളങ്ങളാട്ടോ, വെള്ളമൊഴുക്കാട്ടോ ഇതൊക്കെ, ചെറിയ അരുവികൾ. നോക്കിയേ, അടിപൊളി. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ. മഴയെല്ലാം കഴിഞ്ഞ് മഞ്ഞ് കയറുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, മലഞ്ചെരുവിൽ കൂടിയുള്ള ചെറിയ കാറ്റും ആ കാറ്റത്ത് മഞ്ഞ് പറന്നു പോകുന്ന ആ കാഴ്ചകളൊക്കെ, അതൊക്കെ ഒരു വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് നമ്മളെ യാത്രയിൽ കാണാൻ പറ്റുന്നത്. കൂട്ടുകാരെ, അടിപ്പം മഴയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. കാറ്റും മഴ എന്ന് പറഞ്ഞാൽ എന്നാ വെച്ചാൽ ഒരു തുള്ളിക്ക് ഒരു കുടമെന്ന് പറയുന്നത് കേട്ടില്ലേ, അമ്മാതിരി മഴയായിരുന്നു. നോക്കിയേ, ഞങ്ങൾ ആ മലയെന്നാ ഇറങ്ങി വന്നത്. അവിടെയൊക്കെ മഞ്ഞ് മൂടി. അതിക്കൂടെയാണ് ഞങ്ങൾ ഈ മഴയത്ത് ഇറങ്ങി പോകുന്നത്. പിന്നെ ഇവിടെ എല്ലാം മഞ്ഞ് മൂടി കേട്ടോ. ഇനിയിപ്പോൾ ആ മലയിലേക്കാണ് കയറുന്നത്. അവിടെ എല്ലാം മഞ്ഞായി. ഇമാതിരി മഴയാണെങ്കിൽ അവിടെ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. എത്ര സുന്ദരമാണെന്ന് നോക്കിയാൽ ഇതൊക്കെ കാണാൻ. നമ്മുടെ ഈ മനോഹരമായ ഭൂമി, ഇത്രയും സുന്ദരമായ നമ്മുടെ ഇടുക്കിയിലായിട്ട് അതിർത്തി പങ്കിടുന്ന അതിൻ്റെ വേറെയൊരു സ്ഥലമാണിത്. അതായത് അയ്യാവാളൊക്കെയാണ് നമ്മൾ പോകുന്നത്. അയ്യാവാളയൊക്കെ മഞ്ഞ് മൂടിയിട്ടോ. ഈ അവിടെ നമ്മൾ തപ്പിപ്പിടിച്ച് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനത്തെ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടാവും. എന്നാൽ ഈ മഴയത്ത് കുറേയൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല കാറ്റും കേട്ടോ. നമ്മൾ പേഴക്കലൊക്കെ ചെന്നപ്പോൾ നല്ല നല്ല കാലാവസ്ഥയായിരുന്നു. ചെറിയ ഒരു വെയിലുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലായിരുന്നു. ഈ തണുപ്പത്താളും മടുപ്പില്ല. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് നോക്കി നല്ല അന്തരീക്ഷം, നല്ല എന്താ പറയുക, വാക്കുകളില്ല. അതിനപ്പുറമായ കാഴ്ചകളാണ് നമുക്കിവിടെ ഇങ്ങനെ ഈ കുന്നിന് മുകളിലൊക്കെ കാണാനുള്ളത്. ഇങ്ങോട്ട് എത്തിച്ചേരാനൊന്നും ആർക്കും പറ്റില്ല. ചെറിയ വഴികളൊക്കെ ഉണ്ടല്ലോ, ജീപ്പുകളുണ്ട്, ആൾക്കാർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് കയറി വരാനുണ്ട്. എന്നാലും ഇങ്ങോട്ട് അറിയില്ലാതെയൊക്കെ കയറി വന്നാൽ നമ്മൾ പെട്ടുപോകും. ഇങ്ങനെ മഴയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമുക്കിവിടെ ഒരു കയറി ഇരിക്കാനൊരു സ്ഥലമില്ല, കടയില്ല, ഒന്നും. നമ്മൾ എന്ത് ചെയ്യാം?
ഇങ്ങനെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നല്ല സന്തോഷകരമായ ഓരോ നിമിഷങ്ങളാണ് ഈ ഓരോ യാത്രകളിലും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇങ്ങനെയുള്ള മഞ്ഞിനോടും പച്ചപ്പിനോടൊക്കെ നമ്മൾ സല്ലാപങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മളെ കടന്നു പോകുന്നത്. ഒരു വെള്ളച്ചാട്ടം പോലെ കാണുന്നത് ഏറ്റവും മലയുടെ ഏറ്റവും ടോപ്പിൽ അത് ആ പുള്ളിക്കാരൻ വഴിയാണ്, ആ കയറ്റം കയറിയാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇറങ്ങി വന്ന വഴിയും ആ മലയാട്ടോ, ഈ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. വിശ്വസിക്കില്ല കേട്ടോ. അതുപോലെ ചെറിയ മഴ പെയ്തപ്പോൾ ചെറിയ നീർച്ചാലുകളൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നീർച്ചാലുകളാണ്. അതുപോലെ ചെറിയ ജീപ്പ് റോഡുകൾ, ചെറിയ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കാറ്റ് വീശുന്നുണ്ടോ, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വീണ്ടും മഴ വരുന്നുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലാണ് എത്തേണ്ടത്, തണ്ടേക്കടെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഇതേ കൂട്ടുകാരെ ഒന്ന് നോക്കിയേ, എന്നെ കാഴ്ചയെന്ന് നോക്കിയേ, എന്നെ പുള്ളി കാഴ്ചയത്. വാഗമണിൻ്റെ അതായത് പുള്ളിക്കാനം മലനിരകളാണ് ആ കാണുന്നത്. ആ ചെരുവിൽ കൂടി ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ച ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഇത് ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയൊരു കല്ലാട്ടോ, അത് താഴെ പോകാറായിരിക്കുന്ന. അതൊക്കെ താഴെ പോയാൽ എവിടെ ചെല്ലുമെന്ന്. ഇതൊരു നരകപാലം കേട്ടോ, അല്ലെങ്കിലും ഇതൊരു നരകപാലം തന്നെയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും തൂക്കം, അതിൻ്റെ നടുക്കേക്കടെയാണ് ഈ പോരുന്നത്. ഈ പള്ള പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ നടന്നു വരുന്ന മലയുടെ ഇരു സൈഡും കിഴക്കാൻ തൂക്കായ സ്ഥലങ്ങളിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മുടെ യാത്ര. അതായത് ഈ പച്ചപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഭീകരാവസ്ഥ മനസ്സിലാവില്ല. അതായത് വേനൽക്കാലത്തൊക്കെയാണ് വരുന്നെങ്കിൽ ശരിക്കും നമ്മളിവിടെ പേടിയാവും. എന്നുവെച്ചാൽ ആ സമയത്തൊക്കെയാണ് വരുന്നെങ്കിൽ നമ്മൾ ഇതിക്കിടെ യാത്ര ചെയ്യാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. അങ്ങനെ കരിഞ്ഞുണങ്ങിയൊക്കെ കിടക്കാൻ നേരത്ത് വരാൻ നേരത്താണ് നമ്മളുടെ ഇപ്പോഴുള്ള ഈ പച്ചപ്പിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പച്ചപ്പുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഭീകരാവസ്ഥയോ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്നോ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഇതാ കൂട്ടുകാരെ, ഇത് കണ്ടോ, രണ്ട് കല്ലിരിക്കുന്നത്. ഇത് ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ ഒരു കല്ല് കുട പിരിച്ച പോലെ ഇരിക്കും കേട്ടോ. അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു 2-3 പേർക്കൊക്കെ സുഖമായിട്ട് കയറിയിരിക്കാം. മഴ പെയ്താൽ നനയൊന്നുമില്ല. ഇതേ പാവച്ചേട്ടാ, ഇതേ പിടിക്ക്, എന്തെങ്കിലും പറ്റിയോ? നീ നോക്കി നടക്കണേ. ഇങ്ങോട്ടുള്ള വഴി കണ്ടോ? നമ്മൾ ആ മലയക്കടെയാണ് നമ്മൾ കയറി ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ഇതുപോലത്തെ വഴിയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ കല്ലിരിക്കുന്നുണ്ട്, ആ കല്ല് രണ്ടായിട്ട് പിളർന്നായിരിക്കുന്നത്. അത് ഏത് സൈഡിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് ആ കല്ലിരിക്കുന്നത്. അത് നല്ല ഇടിവാളൊക്കെ ഇടിമിന്നലേറ്റതാണോ എന്നൊക്കെ സംശയമുണ്ട്. അടർന്ന് താഴെ പോകുന്ന രീതിയിലേക്ക് കേട്ടോ ആ കല്ലിരിക്കുന്നത്. ഭയങ്കര. ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ, ആ മറ്റേ പള്ളി അതാണ്. ഇവിടെ കണ്ടി പള്ളിയിലാണോ കുഞ്ഞൂടാ? കണ്ണിക്കപ്പള്ളിയാണോ? ആ കണ്ണിക്കപ്പള്ളി ഇവിടെ കണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. ഈ സൈഡിലേക്കെല്ലാം പോയാൽ അങ്ങ് താഴേക്ക് പോകും. സാധാരണ ഇതൊക്കെ ഡിസ്കവറി ചാനൽ അതുപോലെ അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അയ്യോ, ഇത് നമ്മുടെ കൺമുന്നിൽ കിട്ടിയപ്പോഴുണ്ടല്ലോ.
നമ്മൾ മുന്നേ കണ്ട ഭീതിപ്പെടുത്തുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ വന്നപ്പോൾ ഒന്നും പേടിക്കാനില്ല. എത്ര സുന്ദരമായ സ്ഥലം, നല്ല നിരപ്പും പെട്ടെന്നുള്ള ഭൂമിയുടെ ഓരോ മാറ്റങ്ങൾ. നമ്മുടെ ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എത്രയോ നല്ല വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഭൂമി ഏറ്റവും സുന്ദരമെന്ന് നമ്മളെല്ലാവരും പറയുന്നത്. ഓരോ മലമുകളിൽ ചെല്ലുമ്പോഴും അതിൻ്റെ വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. ആ മലഞ്ചെരുവിക്കടെ ഇങ്ങനെ കയറി നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ ചെന്ന് ആ കുന്നിൻ്റെ വീട്ടിൽ ഇറങ്ങി നമ്മൾ അടുത്ത കൊണ്ടാവുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഭീകരാവസ്ഥ ഇവിടെ വന്നപ്പോൾ ഇല്ല കേട്ടോ. പെട്ടെന്ന് അത്രയും ഒരു ഭാഗം ഭയങ്കര കൺജസ്റ്റഡ് എന്ന് വെച്ചാൽ നരകപാലം പോലെയൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല നിരന്ന പ്രദേശം. അതുകൊണ്ടോ അങ്ങ് ആ ദൂരെ ചെറിയൊരു കുന്ന് കാണുന്നേ, അവിടെ ചെല്ലണം നമുക്ക്. ഇങ്ങനെ നല്ല പുല്ല, ഈ പുല്ലിൻ്റെ അകത്തേക്കൂടെ തന്നെ വേണം പോകാൻ. വല്ല കാട്ടുപന്നി ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കാട്ടുപന്നിയുടെ വഴിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കാട്ടുപന്നി കുത്തിയിട്ടേക്കുന്നത് ഇത് കണ്ടോ, ഇത് കാട്ടുപന്നി കുത്തിയിട്ടേക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ അയ്യാവാളയിലേക്ക് അടുത്തോട്ടിരിക്കുക. ഒരു കുറച്ചും കൂടി അങ്ങ് പോയാൽ അയ്യാവാള എത്തി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി പേഴക്കല്ലിൽ നിന്നും ചൂട്ടുപാളക്കല്ല് അല്ലെ അയ്യാവാളയിലേക്കുള്ള യാത്രയിലെ നല്ല നല്ല കാഴ്ചകളാണ് എല്ലാവരെയും കാണിച്ചിരിക്കുന്നത്. നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ അയ്യാവാളയുടെ കഥകളും കുറേ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ അടിപൊളിയായിട്ട് നമുക്ക് അതിൽ കാണാം. കാണുന്ന ഈ ചെറിയ ഉരുണ്ട് വയ്ക്കുന്ന കല്ലാട്ടോ അയ്യാവാളക്കല്ല്, അല്ലെങ്കിൽ ചൂട്ടുപാളക്കല്ലെന്ന് പറയും. നമ്മൾ അവിടെയാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് അവിടം വരെ ചെന്നാൽ മതി, കുറച്ച് ദൂരമാണ്.